ഇനി മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തോടൊപ്പം കേരളം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ആര്. സഭ തുടങ്ങുമ്പോഴേ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യമുള്ളൂ എന്നിരിക്കെ അത് വലിയ പ്രസക്തമല്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് CPM തീരുമാനിക്കുക സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും. വിമർശനത്തിന്റെ തോത് മനസ്സിലാക്കിയ ശേഷം തീരുമാനിക്കാനാണ് ധാരണ. അതിരൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകും. ചർച്ചകൾക്ക് ശേഷം PB അംഗങ്ങൾ കൂടിയാലോചന നടത്തി പ്രതിപക്ഷ നേതാവിനെ നിർദ്ദേശിക്കും. റാഹി സുഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹി സുഷീദ്, ഒരു ലീഗ് MLA പറഞ്ഞതേ ജയിച്ച സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം വീട്ടിനുള്ളിൽ നാണക്കേട് കാരണം അടങ്ങിയിരിക്കുകയും തോറ്റ മനുഷ്യന് തെരുവിലിറങ്ങി ആഹ്ലാദ നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പിണറായി വിജയനായി തീരുമാനിക്കണോ വേണ്ടോ എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ള കലിപ്പും എതിർപ്പും ഒക്കെ കുറഞ്ഞു വരികയാണ് പുതിയ പശ്ചാത്തലത്തിൽ എന്നാണ് സാമൂഹ്യ മാധ്യമത്തിലെ ട്രെൻഡ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലും പ്രതിഫലിച്ചാൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് രാഹീസ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിക്കകത്ത് തീരുമാനമെടുക്കുന്നത് പിണറായി വിജയൻ എടുക്കുന്നതാണ് പാർട്ടിയുടെ തീരുമാനം എന്ന തരത്തിൽ പ്രതിപക്ഷമടക്കം അല്ലെങ്കിൽ CPMന്റെ രാഷ്ട്രീയ വിമർശകരടക്കം പറയുന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ പിണറായിക്ക് കൃത്യമായ റോള് പാർട്ടിക്കകത്തും ഉണ്ടായിരുന്നാലും ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും മുമ്പത്തെ പോലെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇതിനകം തന്നെ തീരുമാനമായി നടപ്പിലാക്കി പുറത്ത് തീരുമാനമായി വരേണ്ടതായിരുന്നു. പക്ഷേ അതിനകത്തും, അതായത് കോൺഗ്രസിനകത്ത് നടക്കുന്നത് പോലെ CPMനകത്ത് തോൽവിക്ക് ശേഷം ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 തവണ കൂടി അതിൽ പ്രതിപക്ഷ നേതാവിനെ അവർ തീരുമാനിച്ചില്ല. ഇതിനിടെ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചില്ല. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഒരു തീരുമാനം ആ തരത്തിൽ വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയുടെ പോക്കനുസരിച്ചായിരിക്കും തീരുമാനം. അതല്ല ഇന്നോ നാളെയോ, സംസ്ഥാന കമ്മിറ്റി ഇന്നും നാളെയുമാണുള്ളത്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ അതിനിടയിൽ PB അംഗങ്ങൾ ഇരുന്ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും.